മഹാഭാരതം വായിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ മനസ്സിലെ നോവായിട്ട് നിന്ന ഒരു കഥാപാത്രമാണ് ഏകലവ്യൻ. ഗുരുവിന്റെ സാന്നിധ്യമില്ലാതെ ഒളിച്ചിരുന്ന വിദ്യകൾ പഠിച്ച് ഗുരുവിന്റെ പ്രതിമയുടെ മുന്നിൽ നിന്ന് അഭ്യസിച്ച് അർജുനനെ വെല്ലുന്ന പോരാളിയായി വില്ലാളിയായി മാറിയ ആളാണ് ഏകലവ്യൻ. അർജുനനേക്കാൾ മികച്ചൊരാളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദ്രോണാചാര്യർ ഏകലവ്യന്റെ പെരുവിരൽ മുറിച്ചു വാങ്ങി ഗുരുദക്ഷിണയാക്കി ഏകലവ്യന്റെ അസ്ത്രവിദ്യാ പാടവം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതായിരുന്നു ഏകലവ്യനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള സങ്കടം എല്ലാം. എന്നാൽ ഏകലവ്യൻ അതിനുശേഷം എന്തു ചെയ്തു എന്നുള്ളത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആനന്ദന്റെ വ്യാസനും വിഘ്നേശ്വരനും എന്ന ഒരു ചെറിയ പുസ്തകം വായിച്ചപ്പോഴാണ് ഏകലവ്യനെ കുറിച്ചും ഏകലവ്യന്റെ പിന്നെയുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഒരു ചിന്തയുണ്ടായത്. ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ ഏകലവ്യൻ അസ്ത്രവിദ്യയൊക്കെ അവസാനിപ്പിച്ച് പോകുമെന്ന് ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. ഗുരു പഠിപ്പിച്ചു കൊടുക്കാതെ ഒളിച്ചിരുന്ന് പഠിച്ച് ഇത്രയും വലിയ വില്ലാളി വീരനായ ഏകലവ്യൻ ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ താൻ സ്വന്തമാക്കിയ അസ്ത്രവിദ്യയിൽ നിന്ന് പിന്മാറുമെന്ന് എങ്ങനെ വിശ്വസിക്കും? ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഏകലവ്യൻ ഇടം കൈകൊണ്ട് അസ്ത്ര അഭ്യാസം നടത്തിയിരിക്കാം, വലം കൈയിലെ ബാക്കി വിരലുകൾ ഉപയോഗിച്ചും അസ്ത്രാഭ്യാസം നടത്തിയിരിക്കാം. എങ്ങനെ പോയാലും വീണ്ടും പരിശീലനത്തിലൂടെ അർജുനനേക്കാൾ മുന്നിൽ ഏകലവ്യൻ എത്തിയിട്ടുണ്ടാകാം. അങ്ങനെ എത്തിയിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തെ ദൂരീകരിക്കുന്നതാണ് കൃഷ്ണൻ ചതിയിലൂടെ ഏകലവ്യന്റെ തലയിൽ കല്ലിട്ട് ഏകലവ്യനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു മഹാഭാരത വിവക്ഷ. എങ്ങനെ നോക്കിയാലും ഏകലവ്യൻ തോറ്റുപോയ പരാജയപ്പെട്ടുപോയ ഒരു പോരാളിയാണ്, വില്ലാളിയാണ് എന്ന് ധരിക്കാൻ വയ്യ. ഏകലവ്യൻ കൃത്യമായി തിരികെ വന്നിട്ടുണ്ടാകും. ആ ഭയമായിരിക്കാം കൃഷ്ണനെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചത്.